പോലീസ് എടുത്ത കേസ് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയില്ല. കോട്ടയം സ്വദേശി പ്രദീപിനെതിരെ വ്യാജ കേസാണ് എടുത്തതെന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് വ്യക്തമായത്. വ്യാജ കേസെടുത്ത ആറന്മുള CI ദിലീപ് ഖാനെതിരെ അച്ചടക്ക നടപടിയും ക്രൈംബ്രാഞ്ച് DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. വ്യാജ കേസിൽ 21 ദിവസം ജയിലിൽ കഴിഞ്ഞതോടെ അടുത്ത ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാതെയായെന്ന് പ്രദീപ് പറയുന്നു. 2014 സ്ഥാപന ഉടമ കോഴഞ്ചേരി സ്വദേശി ബിജു മാത്യുവിന്റെ ചെക്ക് ബുക്ക് മോഷ്ടിച്ച് വ്യാജ ഒപ്പിട്ട് 55 ലക്ഷം രൂപ പ്രദീപ് തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. 2014 ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ധാരാളം റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ കമ്മീഷനും ലാഭവിഹിതമൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5 കോടി രൂപയുടെ അടുത്ത് കിട്ടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ തരേണ്ട സമയത്ത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് പൈസ തരേണ്ട ആൾ, അതൊരു ബിജു മാത്യു എബ്രഹാം എന്ന് പറഞ്ഞ ആളാണ്. അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു RBIയിലെ ജോലിക്കാരനുണ്ട്, പളനിസ്വാമി. ഈ പളനിസ്വാമിയുടെ ഫ്രണ്ടും അവർ ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് വിൻസെൻ്റ് പോൾ സാറ്. അദ്ദേഹത്തെ സ്വാധീനിച്ചുകൊണ്ട് പത്തനംതിട്ട SP രാഹുൽ R നായരെ ബന്ധപ്പെട്ട് അദ്ദേഹം കോഴഞ്ചേരി CI ആയിട്ടുള്ള ദിലീപ് ഖാനോട് പറഞ്ഞ് എന്നെ ഒരു വ്യാജ പരാതിയിൽ കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു. എൻ്റെ വീട് റെയ്ഡ് നടത്തി. എൻ്റെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകൾ, കമ്പ്യൂട്ടർ, ഫോണ് ഇതെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ 21 ദിവസം റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങി. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് മുഖ്യമന്ത്രി അത് അനന്തകൃഷ്ണൻ സാറ്, ADGP ആയിട്ടുള്ള അന്നത്തെ അനന്തകൃഷ്ണൻ സാറിന് ആ ഫയൽ ഫോർവേഡ് ചെയ്തിട്ട് അനന്തകൃഷ്ണൻ സാറ് അത് KG സൈമൺ എന്ന് പറഞ്ഞ SPക്ക് കൊടുത്ത് അദ്ദേഹം അന്വേഷിച്ചിട്ട് ഈ കേസ് ഫോൾസ് കേസായിട്ട് റിപ്പോർട്ടായി. റിപ്പോർട്ടാകാൻ അവരുടെ പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ അതായത് ചെക്ക് മോഷ്ടിച്ച് ഒപ്പിട്ട് 51 ലക്ഷം രൂപ എഴുതി എടുത്തു എന്നായിരുന്നു കേസ്. ആ കേസിൽ അത് ഫോറൻസിക്കിന് വിട്ടപ്പോഴത്തേക്ക് ഫോറൻസിക് ലാബിൽ പരിശോധനയിൽ ആ ചെക്ക് വ്യാജമല്ല, അത് കറക്റ്റായിട്ടുള്ള ചെക്കായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പം ആ എമൗണ്ട് പോലും അവർ എൻ്റെ നിന്ന് അപഹരിച്ചുകൊണ്ട് പോയി. പ്രദീപിന്റെ വാക്കുകളാണ് കേട്ടത്. 21 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ കള്ളക്കേസാണെന്ന് ക്രൈംബ്രാഞ്ച് തന്നെ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വീട്ടുജോലിക്കാരിയായ ബിന്ദുവിന്റെ കേസിലും ഇങ്ങനെ തന്നെയായിരുന്നു. ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അത് കള്ളക്കേസായിരുന്നു എന്ന്. ഇവിടെ പ്രദീപിന് പക്ഷേ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിനെ തുടർന്ന് ഉണ്ടായി. പക്ഷേ നടപടി വേണമെന്ന് ക്രൈംബ്രാഞ്ച് ശുപാർശ ചെയ്തിട്ടും ഇതുവരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തുകൊണ്ടാണ് നടപടി ഉണ്ടാകാതെ പോകുന്നത്? ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പ്രദീപ് കൃത്യമായി പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു വ്യാജ കേസായിരുന്നു എന്ന്. മാത്രമല്ല പ്രമുഖരായ ആളുകൾ, സംസ്ഥാന പോലീസിലെ തന്നെ പ്രമുഖരായ ആളുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യാജ കേസാണല്ലോ ഇത്. എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? അല്ലെങ്കിൽ നടപടിയുടെ ഏത് ഘട്ടത്തിൽ ഇത് എത്തിയിട്ടുണ്ട്? എന്തെങ്കിലും അറിവുണ്ടോ അതിനെപ്പറ്റി? തീർച്ചയായും പോലീസ് വിശദീകരിക്കേണ്ടതാണ് മഞ്ജുഷ്. ഇത് തീർച്ചയായും പ്രദീപ് ആരോപിക്കുന്ന പോലെ ഉന്നത ഇടപെടൽ ഈ കേസ് സംബന്ധിച്ചുള്ള ആരോപണത്തിൽ പ്രദീപ് പറയുന്നുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ദിലീപ് ഖാൻ എന്ന ആറന്മുള CI ആയിരുന്ന ആൾക്കെതിരെ ആണ് അയാൾക്ക് അതിഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഈ കേസ് വ്യാജ കേസാണ് എന്നും ADGPയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. DGPക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നടപടിയടക്കം ശുപാർശ ചെയ്യുന്നുണ്ട്. മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ രാഹുൽ നായർ അല്ലെങ്കിൽ വിൻസെന്റ് പോൾ ഇവർക്കെതിരെയുള്ള കാര്യങ്ങൾ, തെളിവുകൾ എന്തെങ്കിലും ശേഖരിക്കാൻ ഇതുവരെ ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഒരു കാര്യമുള്ളത്, ഈ പോലീസിലെ പലരും പല സ്വാധീനത്താലും പല ക്രിമിനലുകളായി മാറുന്ന ഒരു രീതി പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പോലീസിൽ ക്രിമിനൽ ഉണ്ട് എന്ന് സർക്കാരുകൾ അടക്കം ഫലത്തിൽ സമ്മതിക്കുന്നതുമാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇത്തരം കേസുകൾ സാധാരണക്കാരുടെ ജീവിതം എത്രത്തോളം തകർക്കുന്നതാണ് എന്നുള്ളത്. ഏതാണ്ട് 55 ലക്ഷം രൂപ പ്രദീപ് തട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവുകളൊന്നുമില്ല. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ അതാണ് പറയുന്നത്. തെളിവുകളൊന്നുമില്ല.
ഈ റെയ്ഡ് നടത്തിയത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ്, അറസ്റ്റുകൾ മാനദണ്ഡം പാലിക്കാതെയാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഏറ്റവും ഒടുവിൽ ഈ ഒരു എന്താ പറയുക, FSL നിന്ന്, ഫോറൻസിക് ലാബിൽ നിന്ന് ഈ ചെക്ക് വ്യാജമല്ല, അതായത് പ്രദീപ് വ്യാജമായി ഒപ്പിട്ടുണ്ടാക്കിയതാണ് ഈ ചെക്ക് എന്നായിരുന്നു കേസ്. വ്യാജമല്ല, ഈ ഉടമ തന്നെ ഒപ്പിട്ടതാണ് എന്ന് ഫലത്തിൽ തെളിയുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായത്. അതായത് ഫലത്തിൽ 21 ദിവസം ഒരു സാധാരണക്കാരൻ ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ എന്താണ് നാട്ടിൽ പിന്നെ സംഭവിക്കുക എന്നുള്ളതാണ് പ്രദീപിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അടുപ്പം ഉള്ള ബന്ധുക്കളടക്കം അകന്നു പോകുന്നു. ഒരു പരിപാടികൾക്കൊന്നും വിളിക്കാൻ കഴിയാത്ത നിലയിലേക്ക് ബന്ധുക്കൾ അകന്നു നിൽക്കുന്നു. കുടുംബം, പ്രദീപ്, ഭാര്യ, കുട്ടികൾ ഇവർ ഒറ്റപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതൊക്കെയാണ് ഫലത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പോലീസ് പലപ്പോഴും പല സ്വാധീനത്തിലും പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അഴിമതിയുടെ ഭാഗം, ഇപ്പോൾ പ്രദീപ് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പല റിയൽ എസ്റ്റേറ്റ് ഉപയോഗമായിരുന്നു. അന്ന് സമാഹരിച്ച പണമൊക്കെ, വീട്ടിലുണ്ടായിരുന്ന പണം പോലും ഈ ഉദ്യോഗസ്ഥർക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. 2014 സമയമാണ്. നോട്ട് നിരോധനം അല്ലെങ്കിൽ പണത്തിന്റെ ഉപയോഗം സംബന്ധിച്ച് ഇതുപോലെയുള്ള മറ്റ് എന്തെങ്കിലും നിയന്ത്രണങ്ങളുള്ള സമയമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അത്തരം പണം ഉൾപ്പെടെ അപഹരിക്കുന്ന നില പോലും ഫലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദീപിന്റെ പരാതി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രദീപ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്ന് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കുകയും അത് ഈ ദിലീപ് ഖാനെതിരെ ശുപാർശ ചെയ്യുകയും നടപടിക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ അത്തരം ആളുകൾ ഇപ്പോഴും സർവീസിൽ തുടരുന്നു എന്നുള്ളതാണ്. പ്രദീപ് പഴയ മുറിവിന്റെ 2014-ലും 2015-ലാണ് ഈ റിപ്പോർട്ട് വരുന്നത്, അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അതിനുശേഷം കുറ്റവിമുക്തനാക്കപ്പെടുന്നുണ്ട്. പക്ഷെ പിന്നെയും ഈ ഒരു മുറിവ് തീരാതെ ജീവിതാവസാനം വരെ പേറിക്കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ്. 2015 ഈ റിപ്പോർട്ട് കൊടുത്തതാണ്. അന്ന് അഡീഷണൽ ADGPയുടെ റിപ്പോർട്ട് 2015 ജൂലൈ മാസത്തിൽ വന്നതാണ്. അതായത് 10 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, കേസന്വേഷണത്തിൽ പ്രാഥമിക നടപടികൾ പോലും ചെയ്യാതെ അശ്രദ്ധയോടെയും അതുപോലെ നിരുത്തരവാദത്തോടെയും സത്യസന്ധത വെച്ച് പുലർത്താതെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ കോഴഞ്ചേരി CI ദിലീപ് ഖാനെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ്